വീണ്ടും ചെന്നൈ. ക്ഷേത്രായനത്തിന്റെ ഈ 11ാമത്തെ എപ്പിസോഡ് തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രാനുഭവത്തിലേക്കാണ് ഇന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പരാശക്തിയായ ശ്രീ രാജരാജേശ്വരിയും ശ്രീചക്രവും മഹാമേരുവും ശാക്തേയ ആരാധനയുടെ ചൈതന്യവർഷത്തോടൊപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യമായ നാദബ്രഹ്മവും. അതെ, ശ്രീ ഗുരുവായൂരപ്പനും ശ്രീ രാജരാജേശ്വരിയും അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമം ഇന്ത്യ മുഴുവൻ എന്നും നൊമ്പരത്തോടെ ഓർമ്മിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ്. ശ്രീപെരുമ്പത്തൂർ. ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ച ഗ്രാമം. ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ആ ദുരന്ത സ്മൃതിയും പേര് നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ ഇന്നും മുഴങ്ങുന്നത് ഒരു പ്രധാനമന്ത്രിയെ വധിച്ച ചാവേർ ബോംബിന്റെ സ്ഫോടനമല്ല, മറിച്ച് അനാദിയായ വേദമന്ത്രധ്വനികളാണ്. ഭാരതീയ ദർശനങ്ങൾക്ക് വിഷ്ണുഭക്തി കൊണ്ട് പുനരുജ്ജീവനം നൽകിയ വൈഷ്ണവാചാര്യൻ ശ്രീ രാമാനുജന്റെ ജന്മസ്ഥലം കൂടിയാണ് ശ്രീപെരുമ്പത്തൂർ. ശ്രീപെരുമ്പത്തൂരിൽ AD 1017 ജനിച്ച രാമാനുജൻ ആദിശേഷന്റെ അവതാരമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 16-ാം വയസ്സിൽ തന്നെ വേദശാസ്ത്രങ്ങളിലെല്ലാം പ്രാവീണ്യം നേടിയ രാമാനുജന്റെ പേരിലാണ് വൈഷ്ണവ മതം രാമാനുജ ദർശനം എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങിയത്. രാമാനുജ സ്മരണ തുളുമ്പി നിൽക്കുന്ന വാസ്തുശില്പ സമുച്ചയമാണ് ഈ ക്ഷേത്രം. ശ്രീ പെരുമ്പത്തൂർ രാജരാജേശ്വരി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ആദിശങ്കരൻ സ്ഥാപിച്ച 6 മഠങ്ങളിൽ ശാക്തം പിന്തുടരുന്ന ശക്തിയാരാധന ആണ് ഭാരതത്തിലെമ്പാടും കൂടുതലായി വ്യാപിച്ചത്. ശാക്ത സമ്പ്രദായത്തിലെ ദേവതകളിൽ ശ്രീരാജരാജേശ്വരിക്കാണ് പ്രമുഖ സ്ഥാനം. ക്ഷേത്രോപാസന ട്രസ്റ്റിന്റെ ഗോകുൽധാം ആശ്രമാങ്കണത്തിലാണ് പരാശക്തിയുടെ ചൈതന്യത്തിന്റെ ഉറവിടമായ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രവും പൂർണ്ണാവതാരമായ ഭഗവാൻ കൃഷ്ണൻ തന്റെ കൃപാമൃതം ചൊരിയുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രവും നിലകൊള്ളുന്നത്.
ശ്രീവിദ്യാ പാരമ്പര്യത്തിലെ മന്ത്രശക്തിയും യന്ത്രശക്തിയും മുദ്രാശക്തിയും ഒന്നിച്ചു ചേരുന്ന ശക്തി ചൈതന്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ഈ ക്ഷേത്രം. മഹാമേരുവിന്റെ ആകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിലാണ് 9 അടി ഉയരമുള്ള ശ്രീരാജരാജേശ്വരിയുടെ മൂലവിഗ്രഹവും ത്രിമൂർത്തികളടക്കമുള്ള പഞ്ചമൂർത്തികളും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കൈയിൽ കരിമ്പുവില്ലും മറുകൈയിൽ പുഷ്പബാണവുമേന്തിയ പരാശക്തിയായ ശ്രീരാജരാജേശ്വരിയുടെ ഇരിപ്പിടം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ തുടങ്ങിയവരാകുന്ന കട്ടിൽക്കാലിന്മേൽ ഉറപ്പിച്ച സദാശിവനാകുന്ന കട്ടിൽ പലകയാണ്.